പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ, ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, തോൽവിയുടെ പ്രധാന കാരണം ഈ ശബരിമല പ്രശ്നമാണ്. പത്മകുമാറിനെ അനാവശ്യമായിട്ട് സംരക്ഷിച്ചതാണ്. ഇതെല്ലാവർക്കും അറിയാം. കാരണം അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു, ആദ്യം അവർ സസ്പെൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവർ ഡിസ്മിസ് ചെയ്തു, എന്നിട്ട് തിരിച്ച് ജനം ചോദിക്കില്ലേ, നിങ്ങളുടെ കുറേ 2 പേര് ഇവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട്, എന്തുകൊണ്ട് ഒരക്ഷരവും പറയുന്നില്ല? എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഒരു CPM പ്രതിനിധി പറഞ്ഞ്, ഞങ്ങൾ ഇവരെ പത്മകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല, ഉടനെ പുറത്താക്കുമെന്ന് പറഞ്ഞ് നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. അത് നേരത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴും നടപടിയിലേക്ക് പോകുന്നില്ല. കോടതിക്ക് ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഈ 2 പേരും പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണ് എന്ന്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും, കാരണം അവസാന ഘട്ടത്തിലേ പറയുള്ളൂ. പക്ഷേ എന്നിട്ടും ഇപ്പോഴും അവർക്ക് നടപടിയിലേക്ക് പാർട്ടി പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ എന്ന് ഈ പറഞ്ഞ് താങ്കൾ നേരത്തെ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് പത്മകുമാറിന് പേടി എന്ന ചോദ്യം പൊതുവെ ജനങ്ങളുടെ മനസ്സിലേക്ക് തന്നെ വരുന്നുണ്ട്. പത്മകുമാർ പറഞ്ഞ സൂചന കൂടി വെച്ചാൽ അതിൽ പലതും സംശയിക്കേണ്ടി വരും. ഇപ്പം കൃത്യമായിട്ട് ഒരു വലിയ തിരിച്ചടി നേരിട്ടിട്ട് പോലും പത്മകുമാറിനെയും വാസുവിനെയും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംശയിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോടതിയുടെ മേൽനോട്ടം എന്ന് പറയുന്നത് ഗോപൻ വിചാരിക്കുന്ന പോലെ കോടതി ഉത്തരവാദിത്തത്തിലേക്കല്ല. കോടതി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ വളരെ കടുത്ത രൂപത്തിൽ, ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്, EDക്ക് അന്വേഷണം, അവിടെ SIT പറഞ്ഞത് പാരലൽ അന്വേഷണം നടത്തുന്നതാണ്. അതല്ലല്ലോ കോടതി പറഞ്ഞ പാരലൽ അന്വേഷണമല്ല, അവിടെ അന്വേഷിക്കുന്നത് സാമ്പത്തിക കുറ്റമാണ്. ആ സാമ്പത്തിക കുറ്റം അന്വേഷിക്കാൻ EDക്ക് എല്ലാ രേഖകളും കൊടുക്കണമെന്ന് കോടതി പറഞ്ഞാൽ ഇത് ഇവിടെ നിൽക്കില്ല. കാരണം ED അന്വേഷിക്കുമ്പോൾ കുറേ കൂടി മുന്നിലേക്ക് പോകാനുള്ള സാധ്യത വളരെ